നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. കടവല്ലൂർ പഞ്ചായത്തിലെ കരിക്കാട് തെരുവുനായുടെ ആക്രമണത്തിൽ 3 വയസ്സുകാരിയടക്കം 4 പേർക്ക് പരിക്ക്. കരിക്കാട് ചോല വലിയ വളപ്പിൽ ഷെഫീഖിന്റെ മകൾ നഫീസ നഫ്ലിൻ, ഉത്തമാവുങ്കൽ ഹഫ്സ, അരിക്കലാത്ത് മുഹമ്മദ്, കരിക്കാട് മാനംകണ്ടത്ത് അലി എന്നിവർക്കാണ് പരിക്കേറ്റത്. വീടിനു സമീപം കളിച്ചുകൊണ്ടിരിക്കെയാണ് കുട്ടിയെ ആക്രമിച്ചത്. തുടയിലാണ് കടിയേറ്റത്. മറ്റൊരു നായയുടെ ആക്രമണത്തിലാണ് കരിക്കാട് സെന്ററിലെ ഓട്ടോ ഡ്രൈവറായ അലിക്ക് പരിക്കേറ്റത്. സെന്ററിലെ ഓട്ടോ പാർക്കിൽ വെച്ചാണ് സംഭവം. പരിക്കേറ്റവർ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടി. മണിക്കൂറുകൾക്ക് ശേഷം 3 പേരെ കടിച്ച നായയെ ചത്ത നിലയിൽ കണ്ടെത്തി. കരിക്കാട് മേഖലയിൽ തെരുവുനായ ശല്യം രൂക്ഷമാണ്. പൂരപ്രേമികളുടെ നീണ്ട 8 വർഷത്തെ കാത്തിരിപ്പിന് വിരാമമിട്ടുകൊണ്ട് പന്തല്ലൂർ പൂരനഗരിയിൽ വീണ്ടും വെടിക്കെട്ട് വിസ്മയം വിരിഞ്ഞു. ഞായറാഴ്ച വൈകിട്ട് 7:30യോടെ പന്തല്ലൂർ കിഴക്കേ പാടശേഖരത്തിൽ നടന്ന വെടിക്കെട്ട് കാണികൾക്ക് അവിസ്മരണീയമായ ദൃശ്യവിരുന്നാണ് സമ്മാനിച്ചത്. വെടിക്കെട്ടിന് പേരുകേട്ടിരുന്ന പന്തല്ലൂരിന്റെ പഴയ പ്രതാപം വീണ്ടെടുക്കുന്ന പ്രകടനമായിരുന്നു ഇന്നലെ നടന്നത്. മുൻ വർഷങ്ങളിൽ വിസ്മയങ്ങൾ തീർത്തിരുന്ന HMC കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഇത്തവണയും വെടിക്കെട്ടൊരുങ്ങിയത്. ശനിയാഴ്ച രാവിലെ അവസാന നിമിഷം അനുമതി ലഭിച്ചതോടെ പൂരപ്രേമികൾ വലിയ ആവേശത്തിലായിരുന്നു. പകൽപൂരത്തിന് ശേഷം നടന്ന വെടിക്കെട്ട് ഏകദേശം 10 മിനിറ്റോളം നീണ്ടുനിന്നു. ദേശമംഗലം സുരേന്ദ്രന്റെ കാർമ്മികത്വത്തിൽ തീർത്ത വർണ്ണവിസ്മയം കാണികളുടെ മനം കവർന്നു. വർഷങ്ങൾക്കു ശേഷം വെടിക്കെട്ട് തിരിച്ചെത്തിയതോടെ അത് വീക്ഷിക്കാൻ വൻ ജനക്കൂട്ടമാണ് പാടശേഖരത്തിനു ചുറ്റും തടിച്ചുകൂടിയത്. മുമ്പ് HMCയും ശിവഭഗവതി കമ്മിറ്റിയും മത്സരിച്ച് വെടിക്കെട്ട് നടത്തിയിരുന്ന പന്തല്ലൂരിൽ ഇത്തവണ HMC മാത്രമാണ് ഉണ്ടായിരുന്നതെങ്കിലും പൂരത്തിന്റെ ആവേശം ഒട്ടും ചോരാതെ കാത്തുസൂക്ഷിക്കാൻ സംഘാടകർക്ക് സാധിച്ചു. ചരിത്രപ്രസിദ്ധമായ വേലൂർ വെങ്ങിലശ്ശേരി മണിമലർക്കാവ് കുതിരവേലയുടെ ബ്രോഷർ പ്രകാശനം നടന്നു. കുതിരവേല ഫെബ്രുവരി 21, 22, 23, 24 തീയതികളിലായി ആഘോഷിക്കും. 22-ന് അശ്വതി വേലയിൽ ക്ഷേത്രത്തിലേക്ക് കുതിരവരവ് ആരംഭിക്കും. വേലൂർ വെങ്ങിലശ്ശേരി അമ്പലക്കുതിര, കാഞ്ഞിരാൽ, വേലൂർ അമ്പലവട്ടം തുടങ്ങിയവയാണ് ക്ഷേത്രത്തിലെത്തുക. ഭരണിവേലയിൽ വിവിധ ദേശ കുതിരകളും ഉത്സവ കുതിരകളും ക്ഷേത്രത്തിലെത്തും. കാർത്തികവേലയിൽ മേളത്തിന്റെ അകമ്പടിയോടെ കൂട്ടിയെഴുന്നള്ളിപ്പ് നടക്കും. ക്ഷേത്ര മണ്ഡപത്തിൽ നടന്ന ചടങ്ങിൽ ക്ഷേത്രം തന്ത്രി കീഴ്മുണ്ടയൂർ പരമേശ്വരൻ നമ്പൂതിരി ബ്രോഷർ പ്രകാശനം ചെയ്തു. ക്ഷേത്രം ട്രസ്റ്റി ശിവദാസൻ പെരുവഴിക്കാട്ട്, പ്രസിഡന്റ് ശ്രീരാമൻ തെക്കൂട്ട്, സെക്രട്ടറി സുജീഷ് അരുവാത്തോട്ടിൽ, കമ്മിറ്റി അംഗങ്ങളും മാതൃസമിതി അംഗങ്ങളും പങ്കെടുത്തു. ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ കോഹന്നെ ഞായർ ആചരിച്ചു. വലിയ നോമ്പാരംഭത്തിന് മുമ്പുള്ള 2ാം ഞായറാഴ്ചയാണ് ഇഹലോകവാസം ചെയ്ത പുരോഹിതരെ സ്മരിച്ചുകൊണ്ട് കോഹന്നെ ഞായർ വിശ്വാസികൾ ആചരിക്കുന്നത്. ഇടവക വികാരി ഫാദർ അബ്രഹാം യാക്കോബ് പൂവത്തുമണിലിന്റെ കാർമ്മികത്വത്തിൽ നടന്ന വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം കാലം ചെയ്ത വൈദികരുടെ ഓർമ്മ പുതുക്കിക്കൊണ്ട് പ്രത്യേക ധൂപപ്രാർത്ഥന നടത്തി. ഫെബ്രുവരി 8-ന് പള്ളിയിൽ മരിച്ചുപോയ സഭാവിശ്വാസികളുടെയും ഓർമ്മദിനമായ അനീതെ ഞായറിൽ പ്രത്യേക പ്രാർത്ഥനകൾ നടക്കും. കോഹന്നെ ഞായറിന്റെ ഭാഗമായി സ്നേഹവിരുന്നും ഉണ്ടായിരുന്നു. പള്ളി ട്രസ്റ്റി CU ശലമോൻ, സെക്രട്ടറി ടൈറ്റസ് ഡേവിഡ് എന്നിവരടങ്ങിയ മാനേജിംഗ് കമ്മിറ്റി നേതൃത്വം നൽകി. ഗുരുവായൂർ കരുണ ഫൗണ്ടേഷന്റെ കാരുണ്യ ഹസ്തത്തിൽ ഭിന്നശേഷിക്കാരായ 4 പേർക്ക് ജീവിത പങ്കാളിയായി. ഇതോടെ 15 വർഷത്തിനുള്ളിൽ 464 പേരെയാണ് കരുണ ദാമ്പത്യ ജീവിതത്തിലേക്ക് കൈപ്പിടിച്ചുയർത്തിയത്. വൈവാഹിക സംഗമം NK അക്ബർ MLA ഉദ്ഘാടനം ചെയ്തു. കരുണ ചെയർമാൻ KB സുരേഷ് അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ചെയർപേഴ്സൺമാരായ സുനിത അരവിന്ദൻ, AH അക്ബർ എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. പ്രതിപക്ഷ നേതാവ് ബഷീർ പൂക്കോട്, മുൻ ചെയർപേഴ്സൺ M കൃഷ്ണദാസ്, വാർഡ് കൗൺസിലർ P രമേശ് തുടങ്ങിയവർ സംസാരിച്ചു. പഴഞ്ഞി ചെറുതുരുത്തി സെന്റ് ജോർജ് ഓർത്തഡോക്സ് കുരിശുപള്ളി കൂദാശ ആഘോഷിച്ചു. ഞായറാഴ്ച വൈകിട്ട് 4 മണിക്ക് കുന്നംകുളം ഭദ്രാസന മെത്രാപ്പൊലീത്ത ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. പഴഞ്ഞി സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ വികാരി ഫാദർ ജോൺ ഐസക്, സഹവികാരി ഫാദർ ആന്റണി പൗലോസ്, മറ്റു വൈദികർ എന്നിവർ സഹകാർമ്മികത്വം വഹിച്ചു. കൂദാശയ്ക്ക് ശേഷം പൊതുസദ്യയുമുണ്ടായി. പഴഞ്ഞി കത്തീഡ്രൽ കൈസാനി സാംസൺ പുലിക്കോട്ടിൽ, സെക്രട്ടറി ജെയ്സൺ ചീരൻ, കുരിശുപള്ളി നിർമ്മാണ കമ്മിറ്റിയുടെ ജനറൽ കൺവീനർ ജോൺ CI, പ്രസിഡന്റ് ജാക്സൺ ജോബ്, സെക്രട്ടറി ജിജു KS തുടങ്ങിയവർ നേതൃത്വം നൽകി.
CI ജോൺ സൗജന്യമായി നൽകിയ സ്ഥലത്താണ് നാട്ടുകാരുടെ കൂട്ടായ്മയിൽ കുരിശുപള്ളി പണിതത്. തലക്കോട്ടുകര വിദ്യാ കോളേജിലെ കലോത്സവം അദ്വിക 2026 സമാപിച്ചു. സമാപന ദിവസം നടന്ന വട്ടപ്പാട്ട് ശ്രദ്ധേയമായി. തിരുവാതിര, അർബന, കോൽക്കളി, മാർഗംകളി, പൂരക്കളി, നാടകം, പഞ്ചവാദ്യം തുടങ്ങി രണ്ടാം ദിനത്തിൽ 28 ഇനങ്ങൾ അരങ്ങേറി. വിവിധ വേദികളിലായി 60ഓളം മത്സരങ്ങളാണ് അരങ്ങേറിയത്. വൈവിധ്യമാർന്ന പശ്ചാത്തലങ്ങളെ പ്രതിനിധീകരിക്കുന്ന സാംസ്കാരിക, സാഹിത്യ, കലാപരിപാടികൾ മത്സരങ്ങളിൽ ഇംഗ്ലീഷ്, വെസ്റ്റേൺ, ഹിന്ദി, ഉറുദു, അറബിക്, മലയാളം, ഇംഗ്ലീഷ് ഭാഷ, പദ്യപാരായണം എന്നിവയുമുണ്ടായി. പ്രിൻസിപ്പൽ ഡോക്ടർ സുനിത സി, സെനറ്റ് കൺവീനർമാരായ സൽക്കല KS, കിരൺ ബാബു എന്നിവർ നേതൃത്വം നൽകി. ഗുരുവായൂർ നഗരസഭ പൂക്കോട് ആയുഷ് പ്രൈമറി ഹെൽത്ത് സെന്ററും ഗുരുവായൂർ നഗരസഭ തൊഴിയൂർ 1-ാം വാർഡ് സംയുക്തമായി മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. കുറുവായി പറമ്പ് മമ്പറമ്പത്ത് രാജന്റെ വസതിയിൽ പരിസരത്ത് നടത്തിയ ക്യാമ്പ് വൈസ് ചെയർപേഴ്സൺ KK ജ്യോതിരാജ് ഉദ്ഘാടനം ചെയ്തു. 46-ാം വാർഡ് കൗൺസിലർ നിസിത ശിവരാമൻ അധ്യക്ഷത വഹിച്ചു. പൂക്കോട് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ KV അശ്വതി വിഷയാവതരണം നടത്തി. പേരകം ബാങ്ക് ഡയറക്ടർ ബോർഡ് മെമ്പർ സോമൻ, വാർഡ് മെമ്പർ KC ബാലൻ, വാർഡ് കൗൺസിലർ ഷബാന ഷമീർ എന്നിവർ സംസാരിച്ചു. ജനറൽ ഹോമിയോപ്പതി ക്യാമ്പും കുന്നംകുളം സൈമൺസ് കണ്ണാശുപത്രിയുടെ സൗജന്യ നേത്ര പരിശോധനയും ഉണ്ടായിരുന്നു. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 13,890 രൂപ, പവന് 1,11,120 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 300 രൂപ. ചരമം കല്ലഴിക്കുന്ന് പാറപ്പുറം കൊല്ലംപറമ്പിൽ വീട്ടിൽ അമ്മിണി നിര്യാതയായി 80 വയസ്സായിരുന്നു. സംസ്കാരം പോർക്കുളം വാതക ശ്മശാനത്തിൽ നടത്തി. പരേതനായ മുല്ലൻ ഭർത്താവാണ്. സുബ്രഹ്മണ്യൻ, ജയൻ, മുരളി, ഓമന, ഹരിദാസൻ, സജീവ്, സതീഷ്, സന്തോഷ് എന്നിവർ മക്കളാണ്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.